ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും അത്ര സ്പെഷ്യൽ ആണോ? ഇന്ന് നമുക്ക് അഫ്നാൻ 9 PM നൈറ്റ് ഔട്ട് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഹോണസ്റ്റ്ലി ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ പെർഫ്യൂമിൻ്റെ ബോക്സ് നോക്കി നോക്കാം. നല്ല ബ്ലാക്ക് തീമിലൊരു പ്രീമിയം ഡിസൈനാണ്. ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്കൊരു ലക്ഷറി ഫീൽ നൽകുന്ന പാക്കേജിംഗ് ആണ്. ഇനി നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോക്സ് വരുന്നത് ഒരു മാഗ്നറ്റിക് ടൈപ്പാണ്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബോട്ടിൽ പുറത്തെടുത്താൽ തന്നെ നമുക്കൊരു പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ബോട്ടിൽ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽ നല്ല ഹെവി ഗ്ലാസ് ആണ്. ക്യാപ്പിനും നല്ല വെയിറ്റ് വരുന്നുണ്ട്. ക്യാപ്പുമ്മൽ അഫ്നാനിന്ന് ബ്രാൻഡിങ്ങും ചെയ്തിട്ടുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്പ്രേയിൽ തന്നെ ഒരു ഫ്രൂട്ടി സ്വീറ്റ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പ് നോട്ട്സ് വരുന്നത് ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, ലാവൻഡർ, ബെർഗാമോട്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 8 to 12 hours ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ആദ്യത്തെ 2-3 മണിക്കൂർ പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഞാൻ ഈ ഒരു പെർഫ്യൂം കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റ് ഇവൻസിനാണ്. ഒരു ഡേ ടൈം ഓഫീസ് ഫ്രാഗ്രൻസ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഇഷ്ടമില്ലാത്തവർക്ക് അധികം ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫ്രാഗ്രൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് ഞാൻ 1 മാസത്തിനും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സ്വീറ്റ് ഫ്രൂട്ടി പ്രീമിയം ഫീലുള്ളൊരു നൈറ്റ് ഫ്രാഗ്രൻസ് അന്വേഷിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്.